തീവ്രവാദ ശക്തികളുമായി ചേർന്നാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ പ്രവർത്തിക്കുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഇരു കൂട്ടർക്കും വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുമെന്നും സുരേന്ദ്രൻ കോഴിക്കോട് പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചാണ് കേരളത്തിൽ ഇടത് വലത് മുന്നണികൾ പ്രവർത്തിക്കുന്നതെന്ന് ബി.ജെ.പി. സംസ്ഥാന മുൻ അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ. കോഴിക്കോട് പന്നിയങ്കരയിൽ എൻ.ഡി.എ സ്ഥാനാർത്ഥി നമ്പിടി നാരായണന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിപക്ഷവും മതതീവ്രവാദ ശക്തികൾക്കൊപ്പം നിന്നാണ് പ്രവർത്തിക്കുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയെ പോലും പ്രഖ്യാപിക്കുന്നത് പാണക്കാട് തങ്ങളാണ്. LDFന്റെ പട്ടികയിലും അധോലോക സംഘടനയിൽ ഉൾപ്പെട്ടവർ ഉണ്ടെന്നും സുരേന്ദ്രൻ പറഞ്ഞു. അഴിമതിയും ധൂർത്തും കൊള്ളയും ജനവിരുദ്ധ നയങ്ങളുമാണ് ഈ സർക്കാരിനെ നയിക്കുന്നത്. ആ സർക്കാരിന്റെ ഒരു ബി ടീമായിട്ടാണ് UDF പ്രവർത്തിക്കുന്നത്. ഈ രാജ്യത്തെ എല്ലാ തീവ്രവാദ ശക്തികളുമായി ചേർന്നാണ് ഈ രണ്ട് മുന്നണികളും മത്സരിക്കുന്നത്. ചെങ്കോട്ടയിൽ ബോംബ് സ്ഫോടനം ഉണ്ടാക്കിയ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പരസ്യമായി UDFന്റെ സഖ്യകക്ഷിയായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. വലിയ മതേതരവാദി എന്ന് പറയുന്ന പാണക്കാട് തങ്ങൾ പോലും മലപ്പുറം ജില്ലയിൽ ഉടനീളം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികൾ കൂടെ പ്രഖ്യാപിക്കുക. രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിച്ചാണ്, മതഭീകരവാദികളെ കൂട്ടുപിടിച്ചാണ് UDF ഇവിടെ മത്സരിക്കുന്നത്. LDFും അതിനോട് മത്സരിക്കുക. ജനങ്ങളെ കഷ്ടപ്പെടുന്ന സർക്കാരാണിത്. അഴിമതിയും കൊള്ളയും മാത്രമാണ് ഇവരുടെ ലക്ഷ്യം. LDFന്റെ ബി ടീമായാണ് UDF പ്രവർത്തിക്കുന്നതെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ജനം, കോഴിക്കോട്.